ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഇന്നലെ റീഡിംഗ് ഇടാൻ പറ്റിയില്ല, ഓക്കെ, കുറച്ച് തിരക്കായി. സോ ആക്ച്വലി അനൗൺസ് ചെയ്യുന്നത് ഞാൻ ആ ഒരു ചെറിയൊരു ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ചെറിയ ഒരു ഗ്രൂപ്പായിട്ടാണ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ ഞാൻ ചെയ്യുന്നത് 8-ാം തീയതി വെച്ചു എന്ന് മാത്രം, ഓക്കെ. ബട്ട് 1-ാം തീയതിക്കുള്ളിൽ ഞാൻ അതിൻ്റെ ഇത് ക്ലോസ് ചെയ്യും. ഞാൻ ആ ഒരു അതിനുശേഷം ഞാനത് കുറച്ചുകൂടി ഫസ്റ്റ് വൺ ഒന്ന് കഴിയട്ടെ, അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ച് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഈ ഒരു സെഷൻസ് കൊണ്ടുവരാൻ ആലോചിക്കുന്നുണ്ട്. മേ ബി വീക്ക്ലി വൺസ് ആയിരിക്കാം, ഓക്കെ, അല്ലെങ്കിൽ 2 വീക്സിൽ വൺസ് ആയിരിക്കാം. സോ ഞാനങ്ങനെ ചെയ്തുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, കുറച്ചുകൂടി കൂടുതൽ പേരെ ആഡ് ചെയ്തിട്ടൊക്കെ, ഓക്കെ. ആദ്യം പക്ഷേ എനിക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടി കൂടിയാണ്, എൻ്റെ എല്ലാവർക്കും സംസാരിക്കാനുള്ള സമയങ്ങൾ കൊടുക്കാനും ഒക്കെ വേണം. സോ ഒരു പ്രോപ്പറായിട്ട് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റുന്നു നോക്കിയിട്ട് ഞാൻ എൻ്റെ നെക്സ്റ്റ് സെഷൻ ഡേറ്റ് ഞാൻ പറയാം, ഓക്കെ. നെക്സ്റ്റ് സെഷനും ഉണ്ടാവും, എന്തായാലും ഞാൻ ചെയ്യും, ഉറപ്പാണ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്കൊരു ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഗ്രൂപ്പ്സ് ആയിട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊന്ന് എന്നോട് ഷെയർ ചെയ്യാനുള്ള ഒരു സമയം കിട്ടാം, ഓക്കെ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഗൈഡൻസ് നിങ്ങൾക്ക് തരാൻ പറ്റുക. സോ അതാണ് എൻ്റെ ഉദ്ദേശിക്കുന്നത് ഞാൻ, ഓക്കെ. ആൻഡ് അത് ലൈവ് റീഡിംഗ് പോലെ, റീഡിംഗ് അല്ല, ലൈവായിട്ടിരുന്ന് നമ്മൾ സംസാരിക്കുന്ന രീതിക്കായിരിക്കും. സോ അത് ഓഡിയോ കോൾ അല്ലെങ്കിൽ വീഡിയോ കോൾ ഏതെങ്കിലും ഒന്ന്, ഓക്കെ, സൗകര്യം പോലെ നമുക്ക് ചെയ്യാം, ഓക്കെ. ആൻഡ് അതിൽ നിങ്ങൾക്ക് ചില ആക്ടിവിറ്റീസ് തന്ന് നിങ്ങൾക്കൊന്ന് സെൽഫ് ഡെവലപ്പ് ചെയ്യാനുള്ള ചെറിയ കാര്യങ്ങൾ ഗൈഡ് ചെയ്ത് നിങ്ങളെ വിടാനുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. ഞാൻ ടാരോ ഗൈഡൻസ് എടുക്കുകയും ചെയ്യും, ഓക്കെ. സോ താല്പര്യമുള്ളവർ 10 സീറ്റ്സ് ഞാനിപ്പോൾ വെക്കുന്നുള്ളൂ ഫസ്റ്റ് ടൈം, ഓക്കെ. കാരണം എനിക്കും അതൊരു ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയാണ്, എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എല്ലാവർക്കും സംസാരിക്കാൻ അവസരമുണ്ടോ, എനിക്കും പറയാനുള്ള കാര്യങ്ങൾ പറയാൻ എത്ര നേരം വേണം, എല്ലാം ഒന്നും ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ്. സോ ജസ്റ്റ് 10 പീപ്പിൾ, ഓക്കെ. ആൻഡ് ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട് ഇതിൻ്റെ എൻഡിൽ എല്ലാവർക്കും. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നവർക്ക്, പിന്നീടുള്ളവർക്ക് ഞാൻ ആലോചിക്കട്ടെ, അറിയില്ല, ബട്ട് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്നവർക്ക് ഒരു സ്പെഷ്യൽ ഒരു കാര്യം കൂടിയുണ്ട്. അത് ആ മീറ്റിങ്ങിന് ശേഷം അനൗൺസ് ചെയ്യുന്നതായിരിക്കും, ഓക്കെ. സോ താല്പര്യമുള്ളവർ വന്നോളൂ. 1-2 പേര് ഓൾറെഡി വന്നിട്ടുണ്ട്, ജോയിൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ താല്പര്യമുള്ളവർ വേഗം വന്നോളൂ. ബൈ August 1 ഞാൻ ഇത് നിർത്തും, ഓക്കെ. എന്തായാലും 10 പേരേ ഉള്ളൂ. സോ ആയിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അതിൻ്റെ നെക്സ്റ്റ് സെഷൻ ഓൾറെഡി നമുക്ക് ബുക്ക് ചെയ്യാൻ വേണമെങ്കിൽ ചെയ്യാം, ഓക്കെ. ഞാൻ അതിൻ്റെ നെക്സ്റ്റ് വീക്ക് അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്ത് പോവാം, ഓക്കെ. സോ നമുക്ക് ഗൈഡൻസ് എടുക്കാം. എന്നത്തെ മെസ്സേജ് ഉണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ ഇപ്പം എന്താ ആഴ്ച മറന്നു പോയി, ഓക്കെ. സാറ്റർഡേ അല്ലേ, ഓക്കെ. നമുക്ക് ഇന്നത്തെ ദിവസത്തെ എനർജി ചെക്ക് ചെയ്യാം അല്ലേ, ഈ 2 ദിവസത്തെ ചെയ്യാം, സാറ്റർഡേ സൺഡേ. നിങ്ങളുടെ എനർജീസ് നിങ്ങളുടെ ലൈഫിൽ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് 2 ദിവസം, നിങ്ങളുടെ നെക്സ്റ്റ് 48 hours നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും നോക്കാം. തിരിച്ചു പിടിച്ചതാണ്, ഓക്കെ. 2 Wands, Emperor ആൻഡ് സ്ട്രെങ്ത് കാർഡ്, ഡെത്ത് കാണുന്നുണ്ട്, ഓക്കെ. ഡെത്ത് ആൻഡ് ഫുൾ, ഓ വാവ്. ഇതൊരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഓക്കെ. ചില കാര്യങ്ങൾ അവസാനിച്ച് ഒരു പുതിയ തുടക്കം എന്നുള്ള രീതിക്കാണ്, ഓക്കെ. സോ സെലിബ്രേഷനും ഉണ്ട്, ഒരു സന്തോഷം വരുന്ന രീതിക്ക് കാണുന്നുണ്ട്, നല്ല കാര്യങ്ങളാണ്. ഇവിടെ നിങ്ങൾ ഐ തിങ്ക് ഫ്യൂച്ചർ പ്ലാനിങ് ചെയ്യുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്, ഓക്കെ. നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണ്, നിങ്ങൾ ഫ്യൂച്ചറിൽ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്, നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന പോലെ നിങ്ങളുടെ ലൈഫിൽ എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരേണ്ടത്, ഏത് രീതിക്കുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരേണ്ടത്. ഇപ്പോൾ കുറച്ച് പേർക്ക് എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ജോലി, ബിസിനസ്, അല്ലെങ്കിൽ പഠിക്കുന്നതിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത് എന്ന് ചിന്തിക്കുന്ന പോലെയുണ്ട്. ഓൾറെഡി നമ്മൾ മേ ബി തുടങ്ങിയ ചില കാര്യങ്ങൾ അതിനെ എക്സ്പാൻഡ് ചെയ്യാൻ വഴിയുണ്ടോ. ഇപ്പോൾ നമ്മൾ എന്താ പറയുക, ജോലിയുടെ കാര്യമാണെങ്കിൽ, ഓക്കെ, ഇനി ഞാനിതിൽ ബെറ്റർ എങ്ങനെ ആവാം, എനിക്കൊരു പ്രൊമോഷൻ അല്ലെങ്കിൽ ഇതിൻ്റെ എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് എന്ന് ചിന്തിക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ബിസിനസ്സായിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നമ്മൾ ചെറിയൊരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, ഇതിനെ ഇനി എനിക്ക് എങ്ങനെ വലുതാക്കാം, എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം എന്നൊക്കെ ചിന്തിക്കുന്ന രീതിയിലാണ്, ഓക്കെ. നിങ്ങൾക്ക് ആക്ച്വലി ഓപ്ഷൻസ് ഒരുപാട് ഓപ്പൺ ആണെന്നാണ് പറയുന്നത് യൂണിവേഴ്സ്. നിങ്ങൾക്ക് മുന്നോട്ട് ഒരുപാട് അവസരങ്ങളുണ്ട്, ശ്രമിക്കൂ എന്നുകൂടി ഒരു അഡ്വൈസ് ഉണ്ട് ഇവിടെ, ഓക്കെ. നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോകൂ, ഓക്കെ. നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എന്നൊരു അഡ്വൈസ് ഉണ്ട് ഇവിടെ. ആൻഡ് ഇവിടെ എംപറർ ഉണ്ട്. യെസ്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വരുന്ന പോലെയാണ്. നിങ്ങൾ കുറച്ചുകൂടി നമ്മൾ പറയില്ലേ, ഒരു കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ഒരു എനർജിയിൽ എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക, ഐ തിങ്ക് ഒരു പ്ലാനിങ്ങിൻ്റെ സമയമാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സാറ്റർഡേ സൺഡേ എന്നൊക്കെ പറയുമ്പോൾ മേ ബി ഒരു 2 ദിവസം വീട്ടിലൊക്കെ ഇരുന്ന് ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇനി നെക്സ്റ്റ് ലെവലിലേക്കുള്ള ഒരു ഗ്രോത്താണ് എനിക്കിവിടെ കാണുന്നത്, ഓക്കെ. നിങ്ങൾക്കത് ആഗ്രഹമുണ്ട്, എൻ്റെ അത് നടക്കുകയും ചെയ്യും. കുറച്ച് പേർക്ക് ഇവിടെ കരിയർ ഗ്രോത്തിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്നതായിരിക്കാം. കുറച്ച് പേര് എന്തെങ്കിലും നിങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്ന രീതിക്കായിരിക്കും. അതിപ്പോൾ ബിസിനസ്സോ ജോലിയോ ആവണമെന്നില്ല, വീട്ടിലായാലും മേ ബി നിങ്ങൾ എല്ലാവരെയും ചേർത്ത് നിർത്തി എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫാമിലിയെ നല്ല രീതിക്ക് നോക്കുക. ഫാമിലിയുടെ കാര്യങ്ങൾ ഞാൻ ടേക്ക് കെയർ ചെയ്യണം എന്ന് ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതായിരിക്കാം.
ഇവിടെ ഇതൊരു ഫാദർ എന്ന രീതിക്ക് എടുക്കാം, ഫാദർ അല്ലെങ്കിൽ ഫാമിലിയുടെ നമ്മൾ പറയില്ലേ ഒരു മെയിൻ മെമ്പർ എന്ന രീതിക്ക് എടുക്കാം. അങ്ങനെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്ന രീതിക്ക് കാണുന്നുണ്ട്. കുറച്ചുകൂടെ കരിയർ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഗ്രോത്ത് എന്ന രീതിക്ക് നിങ്ങൾ നെക്സ്റ്റ് ലെവലിലേക്ക് നിങ്ങൾക്ക് സാധിക്കും. ബിക്കോസ് നിങ്ങളിപ്പോൾ ആ ഒരു എനർജിയിൽ നിൽക്കുന്നുണ്ട്. ആ ഗ്രോത്ത് നിങ്ങൾക്ക് വേണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ആൻഡ് അതിന് വേണ്ടിയുള്ള പ്രവൃത്തികളും നിങ്ങൾ ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഇവിടെ സ്ട്രെങ്ത് കാർഡും പറയുന്നത് നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് നിങ്ങൾ യൂസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന പോലെയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഗ്രൂത്ത് വേണമെങ്കിൽ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിങ്ങൾ വളരെയധികം ധൈര്യത്തോടെ എല്ലാം ഫേസ് ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറെടുക്കുക എന്നുകൂടിയാണ്. നിങ്ങൾക്ക് അത് സാധിക്കുകയും ചെയ്യും. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ അതിനുള്ള കഴിവുണ്ട്, പൊട്ടൻഷ്യൽ ഉണ്ട്. നിങ്ങൾക്ക് എന്തും നിങ്ങളുടെ കഴിവ് എന്താ പറയുക, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ്. ഓക്കെ, ഒരു ലയണിനെ മെരുക്കിയെടുക്കല്ലേ ഇവിടെ. സോ അതുപോലെ നിങ്ങളുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്ത് നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്താൻ പറ്റും. ആൻഡ് ഇത് ഇപ്പം നമ്മൾ ഞാൻ ബിസിനസ് കരിയർ പഠിപ്പൊക്കെ പറയുന്നുണ്ട്. അതുപോലെ റിലേഷൻഷിപ്പ് ആണെങ്കിൽ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിങ്ങൾ ആരോടെങ്കിലും ഓൾറെഡി ഇൻവോൾവ് ആണെങ്കിൽ ഓക്കെ, ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആക്കാൻ നിങ്ങൾ കുറച്ചുകൂടി നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് പേര് മാരേജ് ആലോചിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഓക്കെ, മേ ബി പാരൻസിനോട് അപ്രൂവലിന് പറയാം. അങ്ങനെ ഒരു കാര്യം എനിക്ക് ഫീൽ ചെയ്തു പെട്ടെന്ന്. ഓക്കെ, നിങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ പാരൻസിനോടൊക്കെ പറഞ്ഞ് അതിൻ്റെ അപ്രൂവൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അങ്ങനെ ആരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ സിംഗിൾസ് നിങ്ങൾ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പാരൻസിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ തന്നെ റിലേഷൻഷിപ്പിനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, മാരേജ് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിന് കുറച്ചുകൂടി നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കുക, കുറച്ചുകൂടി നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിക്ക് ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന പോലെ. ഓക്കെ, യെസ്, നമുക്കിത് വേണം എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യില്ലേ, അങ്ങനെ. സോ ഇവിടെയും നിങ്ങൾ ബന്ധങ്ങൾ ബെറ്റർ ആവുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ എന്ന് പറയാം. ഓക്കെ, അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് പോകുന്ന രീതി കാണുന്നുണ്ട്. ഐ തിങ്ക് ഇത് കുറച്ച് കാലത്തേക്ക് മേ ബി ഇടയിൽ നിങ്ങൾ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായിട്ടുണ്ടാകും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ നിങ്ങൾ ഓക്കെ ഇനി മുന്നോട്ട് എന്താണ് എന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയാണ്. അത് വളരെ നല്ലതാണ്, അങ്ങനെ തന്നെ വേണ്ടതും. ഓക്കെ, പാസ്റ്റിലുണ്ടായതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. വേറെ എന്തെങ്കിലും ഒരു എനർജി എന്തോ ഞാൻ പറയാൻ വന്നിരുന്നു. ഡെത്ത് ആൻഡ് ഫുൾ കാർഡ് എനിക്ക് കാണുന്ന ഒരു ന്യൂ ബിഗിനിങ് എന്ന രീതിക്കാണ്. സോ ഇവിടെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റത്തിൻ്റെ എനർജിയാണ് ഇവിടെ എനിക്ക്. ഓക്കെ, നിങ്ങളുടെ ചേഞ്ച് മേ ബി നിങ്ങളുടെ എനർജിയുടെ ചേഞ്ച് ആയിരിക്കാം. ഓക്കെ, നിങ്ങൾ പാസ്റ്റിനെ നിങ്ങൾക്ക് നല്ലതല്ലാത്തതിനെ ഉപേക്ഷിക്കുന്നതായിരിക്കാം. ഓക്കെ, അത് എൻഡിങ് ചില കാര്യങ്ങൾ എൻഡ് ചെയ്ത് പോയത് വിട്ടുകളയുന്നതായിരിക്കും. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മാറ്റിയെടുക്കുന്നതായിരിക്കും. നിങ്ങളെ തന്നെ ഒന്ന് മാറ്റി എടുക്കുന്ന പോലെയാണ്. നിങ്ങൾ ഇനി ഒന്ന് പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ റിസ്ക് എടുത്തിട്ടായാലും ചില കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ അതിന് വേണ്ടിയുള്ള കോൺഫിഡൻസ് നിങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കാം. ആൻഡ് അതിന് വേണ്ടിയുള്ള പ്ലാനിങ് സ്ട്രാറ്റജി ഒക്കെ ആലോചിച്ച് നിങ്ങളെവിടെയോ നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അതായിരിക്കാം. ചില പുതിയ തുടക്കങ്ങൾക്ക് നിങ്ങൾ റെഡി ആവുന്ന പോലെ എനിക്ക് കാണുന്നുണ്ട്. സോ ഈ ഒരു ചേഞ്ച് ആക്ച്വലി ഐ തിങ്ക് ഒരു പോസിറ്റീവ് ഫീലിങ്സ് നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും സെലിബ്രേഷൻ കാണുന്നുണ്ട് എനിക്ക്. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് ഒത്തുചേർന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന പോലെയൊക്കെ കാണുന്നുണ്ട്. സെലിബ്രേഷൻ എനർജി ഉണ്ട്. സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടാവും. ഫാമിലി സപ്പോർട്ട് ഉണ്ടാവും, ഫ്രണ്ട്സിൻ്റെ സപ്പോർട്ട് ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ ആണെങ്കിലും നിങ്ങൾ പാർട്ട്ണർഷിപ്പായിട്ടൊക്കെ പോവുകയാണെങ്കിലും നിങ്ങൾക്ക് നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇവിടെ ഐ തിങ്ക് ഈ ചേഞ്ച് നിങ്ങളുടെ ഉള്ളിലാണ് വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങളാണ് മാറിയിട്ടുള്ളത്. അതായത് ഇനി ഞാനിങ്ങനെ താണു കൊടുത്തുകൊണ്ടിരുന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഞാനെപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല, സോ ഞാൻ ഇനി സ്ട്രോങ് ആവട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അത് നിങ്ങൾക്കൊരു ലൈഫിൽ ന്യൂ ബിഗിനിങ് കൊണ്ടുവരുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, വളരെ നല്ല കാര്യം. എന്തോ ഒരു സിറ്റുവേഷൻ കൂടെ എൻ്റെ മനസ്സിൽ വന്നിരുന്നു. അതിപ്പോൾ ഓക്കെ, സി എന്തായാലും ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇത്, ഒരു മാറ്റം ആണ് വരുന്നത്. നല്ല കാര്യം ആക്ച്വലി. ലെറ്റ്സ് സി. Nurture others and also yourself. Safety, understanding, universal wisdom. Okay, യൂണിവേഴ്സ് ഇസ് ഫുൾ ഓഫ് വിസ്ഡം, സീക്ക് ഇറ്റ്സ് ഗൈഡൻസ്. ഓക്കെ, നിങ്ങളോട് യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് എടുക്കാനാണ് പറയുന്നത്. ഓക്കെ, അതായത് മൈൻഡ് ഓപ്പൺ ആക്കി വെക്കൂ. ഓക്കെ, യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഗൈഡ് ചെയ്യുമെന്ന് പറയുന്ന പോലെ. റിലീസ് പാസ്റ്റ് ബേർഡൻസ് ആൻഡ് എംബ്രേസ് ന്യൂ ബിഗിനിങ്സ്. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്തോ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, റിലീസിങ്. യെസ്, ഓക്കെ, നിങ്ങളെന്തോ റിലീസ് ചെയ്ത് കളയുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളായിരിക്കാം, മനസ്സിലുള്ള ടെൻഷൻ ആയിരിക്കാം, നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ തന്നെ ചില സ്വഭാവങ്ങൾ വിട്ട് മാറ്റുന്നതായിരിക്കാം. ഇല്ല ഞാൻ ആക്ഷൻ എടുക്കാൻ തുടങ്ങും എന്ന രീതിക്ക് മാറ്റുന്നതായിരിക്കാം. സോ ഒരു ചേഞ്ച് നിങ്ങൾ എന്തൊക്കെയോ റിലീസ് ചെയ്ത് കളയുന്ന പോലെ ഉണ്ട്. അല്ലെങ്കിൽ പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നുണ്ട്. കണക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, യെസ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കണക്ഷൻസ്, നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് ചേർന്ന് പല കാര്യങ്ങളും ചെയ്യുന്ന രീതിക്ക് കാണുന്നത് അത് നല്ലതാണ്. ഓക്കെ, എല്ലാവരോടും കണക്റ്റഡ് ആയിട്ടിരിക്കുക ലൈഫിൽ.
ന്യൂച്ചർ അതേഴ്സ് ആൻഡ് ഓൾസോ യുവർ സെൽഫ്. ഓക്കെ, ഇതിവിടെ എംപററിനെ പോലെ. സി ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യുന്ന വ്യക്തികളെന്ന് പറയും. ഓക്കെ, എല്ലാവരെയും നമ്മൾ ഒരു പാരൻറ്റ് പോലെ, അച്ഛനെ പോലെ, അമ്മയും അച്ഛനോ അമ്മയോ ആരായാലും ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ അല്ലെങ്കിൽ ഒരു കമ്പനിയുടെ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി എന്നൊക്കെ എടുക്കാം. സോ നിങ്ങൾ അവനവനെയും കൂടി കെയർ ചെയ്യാൻ മറക്കരുത് എന്ന് പറയുന്നുണ്ട്. മറ്റുള്ളവരെ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒപ്പം നിങ്ങളെ കൂടി കെയർ ചെയ്യണം എന്നാണ്. സേഫ്റ്റി ഈസ് എ ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്, ചെറിഷ് ദ കാം മൊമെൻറ്റ്സ്. ഓക്കെ, കുറച്ച് ശാന്തമായിട്ടിരിക്കാനാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ സേഫായിട്ട് നിങ്ങൾ ഐ തിങ്ക് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ എവിടെയോ നിങ്ങൾക്കൊരു എല്ലാം ശരിയാവും, എല്ലാം ഓക്കെ ആവും എന്നൊരു ഫീലിംഗ് വരുന്നുണ്ടാവാം. ഓക്കെ, സോ ഐ തിങ്ക് കാമായിട്ടിരിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങളെല്ലാം നല്ല സ്മൂത്തായിട്ട് നടക്കും മുന്നോട്ട്, പേടിക്കണ്ട. ഓക്കെ, അണ്ടർസ്റ്റാൻഡിങ് ഈസ് എ കീ ടു ഡീപ്പ് കണക്ഷൻസ്. ഓക്കെ, ഞാൻ നേരത്തെ ഇതൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ കാർഡാണ്. നമ്മൾ പറയില്ലേ, പരസ്പരം മനസ്സിലാക്കുന്ന രീതി കൂടിയാണ്. ഓക്കെ, സോ ഇവിടെ അണ്ടർസ്റ്റാൻഡിങ് എന്ന് വരുന്നുണ്ട്. സോ നിങ്ങൾ തമ്മിൽ ആരോടെങ്കിലും കൂടെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ, റിലേഷൻഷിപ്പ് ആയാലും ശരി, ജോലിയിലായാലും ശരി, എവിടെയായാലും മറ്റുള്ളവരുമായിട്ട് നല്ല ഡീപ്പ് കണക്ഷൻസ് വരുന്ന പോലെയാണ് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, ഡീപ്പായിട്ടുള്ള കണക്ഷൻസ് വരാൻ തുടങ്ങും നിങ്ങളുടെ കൂടെ ഉള്ളവരുമായിട്ട്. നിങ്ങൾ കുറച്ചുകൂടി അഗൈൻ ഒരേ കാര്യമാണല്ലേ, കണക്ഷൻസ് ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവരുടെ കൂടെ ഐ തിങ്ക് മേ ബി കുറച്ച് കാലമൊക്കെ നിങ്ങൾ തനിച്ചെല്ലാം ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ മറ്റുള്ളവരെ കൂടെ ചേർന്ന് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കാം. ആൻഡ് അവിടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളുമായിരിക്കും. ഓക്കെ, സോ യെസ്, ഒരു മാറ്റത്തിൻ്റെ എനർജി ഉണ്ട് എന്തായാലും. ഒരു ഫ്യൂച്ചർ നമ്മൾ പറയില്ലേ, ഇതുവരെ പാസ്റ്റിനെ കുറിച്ച് ഓർത്ത് ചിന്തിച്ചു കൊണ്ടിരുന്ന ആൾക്കാർ ഇനി ഇല്ല, ഫ്യൂച്ചറിലേക്ക് എനിക്ക് നല്ലത് എന്താണെന്ന് ചിന്തിക്കുന്ന പോലെയാണ്. സോ നല്ല കാര്യം അങ്ങനെ വേണം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.